ഹലോ ഡേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. ദിസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ നിഫ്റ്റി ഉണ്ടാക്കിയ ആ ഒരു റാലി ഇന്നും കണ്ടിന്യൂ ചെയ്തു. 200 പോയിന്റിൻ്റെ ഒരു റാലി നിഫ്റ്റി ഉണ്ടാക്കി. മിഡ് ക്യാപ്പും 2% ഒരു റാലി രേഖപ്പെടുത്തി. മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. കാരണം ഈ എക്സിറ്റ് പോൾ ഫലം സംഭവിച്ച ആ ഒരു സമയത്ത് എല്ലാ കമ്പനികളും റാലി രേഖപ്പെടുത്തി, എന്നാൽ FMCG റാലി രേഖപ്പെടുത്തി ഇല്ല. ആ FMCG 2 ദിവസങ്ങളായിട്ട് റാലി രേഖപ്പെടുത്തി. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. മാർക്കറ്റ് അതിശക്തമായിട്ട് ക്രാഷ് ചെയ്തപ്പോൾ സൺ TV മാത്രം DMK ജയിച്ചതുകൊണ്ട് റാലി രേഖപ്പെടുത്തി. എന്നാൽ ഇന്ന് സൺ TVയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഈ ഒരു സമയത്തും തന്നെ റാലി രേഖപ്പെടുത്താതിരുന്ന IT കമ്പനീസ് ഇന്ന് റാലി രേഖപ്പെടുത്തി. IT കമ്പനീസ് എല്ലാം തന്നെ ശക്തമായ റാലി. ഇന്നലെ എല്ലാവരും റാലി രേഖപ്പെടുത്തിയപ്പോൾ റാലിയിൽ പങ്കെടുക്കാതിരുന്ന ഡിഫൻസ് സെക്ടർ ഇന്ന് റാലിയിൽ പങ്കെടുത്തു. എന്നാൽ ഇന്ന് FMCG സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഓൾറെഡി തന്നെ റാലി രേഖപ്പെടുത്തിയ കമ്പനീസിൽ ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നു. എങ്ങും പിക്ചർ ഇപ്പോഴും കൃത്യമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ BJP വീണ്ടും അധികാരത്തിലേക്ക് വരും. അവരുടെ സത്യപ്രതിജ്ഞ, PM-ൻ്റെ സത്യപ്രതിജ്ഞ സാറ്റർഡേ നടക്കും. എന്നാൽ ഇവരുടെ ഘടകകക്ഷികൾ ഏതൊക്കെ സ്ഥാനമാണ് ആവശ്യപ്പെട്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല. അത് ഡിഫൻസ് മിനിസ്ട്രി ആവാം, ഹോം മിനിസ്ട്രി ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങൾ അവർ ആവശ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അവർ ആവശ്യപ്പെടുന്ന അതനുസരിച്ച് മാർക്കറ്റിൽ റിയാക്ട് ചെയ്യും. നമ്മളിനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പൻസ് എല്ലാവരും തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കൂടാതെ തന്നെ റായ്ബറേലിയിലും വയനാടിലും രാഹുൽ ഗാന്ധി ജയിച്ചു. ഇതിൽ വയനാടിൽ സ്ഥാനം ഒഴിയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നാണ്. എന്നാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വരാണെങ്കിൽ മുരളീധരൻ അവിടെ മത്സരിച്ചേക്കാം. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ രാഹുൽ ഗാന്ധി വയനാടിൽ റിസൈൻ ചെയ്യാതെ റായ്ബറേലിയിൽ റിസൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായാലും പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുകയുള്ളൂ. അപ്പോൾ നിലവിൽ കോൺഗ്രസ് പ്രതിപക്ഷമായിട്ട് ഇരിക്കും. ഇനി നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ടിൽ ഓപ്പണിംഗ് റേഞ്ച് കാണാം. 22,800 ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അതിനുശേഷം സ്ലൈറ്റ്ലി ഒന്ന് ഇടിഞ്ഞു. അതിനുശേഷം വീണ്ടും അതിശക്തമായിട്ട് 22,900 പോയി. വീണ്ടും 22,650 സപ്പോർട്ട് എടുത്തു. ശേഷം വീണ്ടും 22,849 ക്ലോസ് ചെയ്തപ്പോൾ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് ലോയിലേക്ക് 255 പോയിന്റിൻ്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് കണ്ടു. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസിംഗിൽ നിന്ന് 200 പോയിന്റും സെൻസെക്സ് 700 പോയിന്റും ബാങ്ക് 237 പോയിന്റിൻ്റെയും റാലി രേഖപ്പെടുത്തി. ഏറെ നാളുകളായിട്ട് റാലി രേഖപ്പെടുത്താതിരുന്ന HCL ടെക്കം തുടങ്ങിയ കമ്പനീസ് റാലി രേഖപ്പെടുത്തി. നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സാണ്. SBI ലൈഫും ശ്രീറാം ഫിനാൻസും SBIയും 3 മുതൽ 4% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ ഹിൻഡാൽകോ, ഹീറോ മോട്ടോകോർപ്പ്, HUL, ഏഷ്യൻ പെയിൻറ്, നെസ്ലെ തുടങ്ങിയ കമ്പനീസ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 70,000, ഗോൾഡ് 2,360, ബ്രന്റ് ഓയിൽ 78. തൊട്ട് താഴെയുള്ളത് ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ അടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്നും 11% ഇടിവ് രേഖപ്പെടുത്തി 16.8. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യ വിക്സ് 31 നിന്ന് അല്ലെങ്കിൽ 31% അല്ല 31 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ഇന്നലെ 30 പോയിന്റ്, ഇന്ന് 20 പോയിന്റ്, ഓൾ ടുഗദർ 50%. 2 ദിവസം കൊണ്ട് ഇന്ത്യ വിക്സ് ഇടിഞ്ഞപ്പോൾ സ്വാഭാവികമായ രീതിയിൽ പ്രീമിയം എല്ലാം തന്നെ ചീപ്പായി. ബയേഴ്സ് വീണ്ടും കടന്നു വന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം തന്നെ ആക്റ്റീവായി. എല്ലാ സ്ട്രൈക്കുകളിലും ഇപ്പോൾ കോൺട്രാക്റ്റുകളുണ്ട്, പ്രീമിയം ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ആളുകളും ട്രേഡിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾ വീണ്ടും മാർക്കറ്റിലേക്ക് തിരികെ എത്തി. ലിക്വിഡിറ്റി കൂടി. അതൊക്കെ തന്നെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. വിക്സ് ഫോളായി, അതിനർത്ഥം മാർക്കറ്റ് സ്റ്റേബിളായി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. മാർക്കറ്റ് സ്റ്റേബിൾ അല്ല എന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പിക്ചർ ഈ പറഞ്ഞ പോലെ തന്നെ ഘടകകക്ഷികൾ അവരാവശ്യപ്പെടുന്ന സ്ഥാനമാനങ്ങൾ, അവരുടെ സംസ്ഥാനങ്ങളിൽ അവരാവശ്യപ്പെടുന്ന പ്രത്യേക പദവികളെല്ലാം തന്നെ ഇനി മാർക്കറ്റിൽ റിയാക്ട് ചെയ്യപ്പെടും. ഇനി മുന്നോട്ട് അങ്ങോട്ട് അടുത്ത ഒരു 5 വർഷം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ക്രൂഷ്യൽ ഇൻ ദ സെൻസ് നമ്മൾ ന്യൂസുകൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സമയമാണ്. കൃത്യമായിട്ട് നമുക്കറിയാവുന്ന നമ്മളെ പരമാവധിയിൽ ദേശീയ രാഷ്ട്രീയങ്ങളെല്ലാം തന്നെ നമ്മുടെ ന്യൂസിൽ ചെറിയ പരിധി വരെ ആരുടെയും വികാരത്തിന് വ്രണപ്പെടാത്ത രീതിയിൽ ന്യൂസ് എന്ന രൂപയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ നിലവിൽ ഇന്ത്യയിലെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ടൊക്കെ നമ്മുടെ സ്റ്റോക്കുകൾ വാങ്ങാം, അപ്സ്റ്റോക്കിൽ നിന്ന് വാങ്ങാം.
ആ അപ്സ്റ്റോക്കിന് പ്രെഡ്ജ് ചെയ്യുക, പണയം വെക്കുക, ഫണ്ട് റൈസ് ചെയ്യുക. അതിനുശേഷം ഓപ്ഷൻ ബൈയിങ്ങും അപ്സ്റ്റോക്ക് എലിജിബിൾ ആകുന്നുണ്ട്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ് ഇപ്പോൾ നിലവിൽ അപ്സ്റ്റോക്കിൽ ഉള്ളത്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകുമ്പോൾ ആദ്യമായിട്ടുള്ളത് ടൈറ്റാനാണ്. ടൈറ്റാൻ്റെ ജ്വല്ലറി ബിസിനസ്സിൽ ഇവരുടെ ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന റവന്യൂ 15 മുതൽ 20% വരെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ട് എന്ന് കമ്പനി അറിയിച്ചു. സെഞ്ചുറി ടെക്സ്റ്റൈൽസ് കമ്പനി 14% റാലി രേഖപ്പെടുത്തി. ഇവർ ഗുരുഗ്രാമിൽ 5000 കോടി രൂപയുടെ ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഇവർ ഏർപ്പെട്ട വിവരം, ബിർള ഗ്രൂപ്പായിട്ട് ഏർപ്പെട്ട വിവരം നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. യൂനോമിന കമ്പനി പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 50,000 മാർക്കറ്റ് ക്യാപ് കവിഞ്ഞു. ഇവർ EV ബിസിനസ് ചെയ്യാനായിട്ട് ഇവരൊരു ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ സൈൻ ചെയ്ത വിവരം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ക്രെഡനോബ് ലാബ് IPO അലോട്ട്മെൻറ്റ് ഇന്നാവും. IPO ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ബിസ്മൈറ്റ് ട്രേഡിങ്ങിലെ ട്രേഡ് ബഡി ടാബിൽ ലഭ്യമാണ്. HAL കമ്പനി ഇന്ന് രാവിലെ ISRO ചെയർമാൻ ഇവരുടെ പുതിയ പ്രൊഡക്ഷൻ ഇനാഗ്രേറ്റ് ചെയ്ത വിവരം നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്താണ്. ഇന്ന് റാലി രേഖപ്പെടുത്തി. ട്രേഡിൻ്റെ കമ്പനിയിലൊരു പഞ്ചാബ് യൂണിറ്റിൽ ഒരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് കമ്പനി അസസ് ചെയ്യുന്നതേ ഉള്ളൂ. ITC ഡീമർജർ ഇവരുടെ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ആയിട്ടുണ്ട്. കൽപ്പാത്തൂർ പവർ പ്രൊജക്ട് കമ്പനി അവർ ഫണ്ട് റൈസ് ചെയ്യുന്ന തീരുമാനം ജൂൺ 10 എടുക്കും. ഡിക്സൺ ടെക് കമ്പനി HKC കോർപ്പറേഷനായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. സെൻ ടെക്നോളജി കമ്പനിക്ക് പുതിയൊരു പേറ്റൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. അശോക് ബിൽഡോൺ കമ്പനി സുന്നക്ക് ഇൻ്റർനാഷണലായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഇൻഡിഗോ ഇവർ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത്, സൗദി അറേബ്യയുടെ ജനറൽ എയർഫോഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലേക്ക് പുതിയ ഫ്ലൈറ്റുകൾ, കൂടുതൽ സർവീസുകൾ ആരംഭിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിഗോയായിട്ട് ടൈപ്പ് ചെയ്ത്. ഓർക്കിഡ് ഫാർമ ഇവിടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഇൻഡോ റെമഡീസ് കമ്പനി പുതിയ മെഡിസിൻ്റെ USFDAയുടെ അംഗീകാരം ലഭിച്ചു. എംഫസിസ് കമ്പനി US ബേസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. നമ്മുടെ ന്യൂസ് ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് ന്യൂസ് മാത്രം ഷെയർ ചെയ്യുന്ന ഒരു ചാനലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ നാളെ രാവിലെ 7 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭ രാത്രി നേരുന്നു. താങ്ക് യു.